ഗ്രീൻലാൻഡ് വിഷയത്തിൽ 8 യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മേൽ പ്രഖ്യാപിച്ച തീരുവ വർധന മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആദിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ ഇപ്പോൾ ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു ട്രംപ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തിയത്? മനു, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ സ്വിറ്റ്സർലാൻഡിൽ ഡാവോസിൽ ഒരു ലോക സാമ്പത്തിക ഫോറം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോറത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിച്ചേരുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഈ നാറ്റോ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം ഈ അറ്റ്ലാന്റിക് മേഖലയെ ആകെ വലിയ സങ്കീർണതകളിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ ഈ നാറ്റോ രാഷ്ട്രങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും രണ്ട് ചേരികളിലായി ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചയുമായിട്ട് നാറ്റോ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ചർച്ചയുടെ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ട്രൂത്തിൽ ട്രംപ് ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഈ 8 യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കക്കെതിരെ നിലകൊണ്ടിട്ടുള്ള 8 യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അതിൽ UK ഉണ്ട്, ഫ്രാൻസ് അടക്കമുള്ള 8 രാഷ്ട്രങ്ങൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള 10% തീരുവ പിൻവലിക്കുന്ന ആയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ സജീവമാക്കുമെന്നുള്ള കാര്യം കൂടെ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഫെബ്രുവരി 1-നാണ് ഈ തീരുവ വർധനവ് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. 8 രാഷ്ട്രങ്ങളുടെ മേൽ ഇത്തരത്തിലൊരു തീരുവ വർധനവ് പ്രഖ്യാപിച്ചതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് യൂറോപ്പിൽ നിന്നും മറ്റു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അമേരിക്കക്കെതിരെ ഉണ്ടായിരുന്നത്. ഡാവോസിലടക്കം നമുക്കറിയാം ഈ ലോക സാമ്പത്തിക ഫോറം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ UK അടക്കം ഫ്രാൻസ് അടക്കം വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഈ ആർട്ടിക് പ്രദേശത്തെയും അല്ലെങ്കിൽ ആർട്ടിക് കടലിനെയും അന്റാർട്ടിക് കടലിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള ഈ ഗ്രീൻലാൻഡ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഗ്രീൻലാൻഡിനെ കൈയടക്കുക എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു. ആ നീക്കത്തിന് ഏറ്റവും ഒടുവിൽ ട്രംപ് എടുത്തിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഇതിനെ ഏത് വിധേനയും, അതായത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഏത് വിധേനയും ഗ്രീൻലാൻഡ് കൈക്കലാക്കുക എന്നുള്ളൊരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിനൊരു തടയിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ഡാവോസിൽ നമുക്കറിയാം ഈ ലോക സാമ്പത്തിക ഫോറത്തിൽ പ്രധാനമായിട്ടും അജണ്ടയാക്കപ്പെടുന്ന വിഷയങ്ങളൊന്നുമല്ല ഇത്തവണത്തെ ഡാവോസിലെ ചർച്ചയിൽ അജണ്ടയാക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന അറ്റ്ലാന്റിക് മേഖലയിൽ നിലനിൽക്കുന്ന അസ്ഥിരത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രംപ് ഈ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ ഫോറത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഘട്ടത്തിൽ ഈ ഫോറത്തെ പ്രതിനിധീകരിച്ച് ട്രംപ് സംസാരിക്കുന്ന വേളയിൽ എന്തായിരിക്കും ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് സംസാരിക്കുക എന്നുള്ളത് ലോകം ഒന്നടങ്കം ഉറ്റുനോക്കിയിരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സംസാരത്തിൽ ട്രംപ് കൃത്യമായിട്ട് വ്യക്തമാക്കിയൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയുടെ ഭാഗമാണ്. അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്കയെ കൊണ്ട് ഡെൻമാർക്കിനെ കൊണ്ട് ഗ്രീൻലാൻഡിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിൽ പരാജയം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് അമേരിക്ക ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാളുകളിൽ ഈ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപ് ഉയർത്തിയിട്ടുള്ള 2 പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഗ്രീൻലാൻഡിൻ്റെ ഈ മിനറൽസിൻ്റെ ധാതു കലവറയെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതും, 2 അവിടെ റഷ്യയും ചൈനയും കൊണ്ടുവരാൻ സാധ്യതയുള്ള ഇടപെടലുകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭീഷണിയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്നതായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഡാവോസിലെ ട്രംപിൻ്റെ പ്രസംഗത്തിലകത്ത് ട്രംപ് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ 2ാം ലോക യുദ്ധത്തിൻ്റെ സമയത്ത് ഡെൻമാർക്ക് ജർമ്മനി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ ലോകയുദ്ധത്തിന് ശേഷം ഡെൻമാർക്കിന് അമേരിക്കയാണ് ഈ ഗ്രീൻലാൻഡ് കൈമാറിയിട്ടുള്ളത്. അത് തിരിച്ചു ചോദിക്കുകയാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത്. ഡെൻമാർക്കിന് കാലാകാലങ്ങളായിട്ട് അമേരിക്ക നൽകിയിട്ടുള്ള സഹായങ്ങൾക്ക് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്കാണ് ഗ്രീൻലാൻഡിൻ്റെ
അവകാശവാദവുമായിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ള നിലക്കുള്ള മറ്റൊരു തരത്തിൽ ഈ ചർച്ചയെ കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഡാവോസിൽ നടന്നിട്ടുള്ള പ്രസംഗത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയം നാറ്റോവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് ശീതയുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്ക രൂപപ്പെടുത്തിയിട്ടുള്ള ഈ നാറ്റോ സഖ്യം അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഡാവോസിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത്. ഈ നാറ്റോയ്ക്ക് ഈ ഗ്രീൻലാൻഡ് സംരക്ഷിക്കുന്നതിനകത്ത് നാറ്റോ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് അമേരിക്ക ഏറ്റെടുക്കുന്നതിൽ നാറ്റോ ഇത്തരത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് യൂറോപ്പിൻ്റെ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഒരിക്കലും നാറ്റോയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കില്ല ഗ്രീൻലാൻഡിൻ്റെ അമേരിക്കൻ ഏറ്റെടുക്കൽ എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാനഡ ഈ പറയുന്ന ഡാവോസിൻ്റെ ചർച്ചകളിൽ അല്ലെങ്കിൽ ഡാവോസിൽ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ ഈ കാനഡ ഈ വലിയ വിമർശനം അമേരിക്കക്കെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാനഡ പറഞ്ഞിട്ടുള്ളത് ഈ ലോകക്രമം തന്നെ വലിയ രീതിയിലുള്ള അസ്ഥിരത നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഈ നിയമാധിഷ്ഠിതമായിട്ടുള്ള ലോകക്രമം ആകെ തകിടം മറിക്കപ്പെട്ടുവെന്നും പവറുള്ളവർ അധികാരമുള്ളവർ ലോകം കൈയാളുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈയാളുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകക്രമം ആകെ മാറിയിരിക്കുന്നു എന്നുള്ള അമേരിക്കയെ ലക്ഷ്യം വെച്ചുള്ള ഉന്നം വെച്ചുള്ള രൂക്ഷമായ വിമർശനം കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നോണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് കാനഡ എന്ന് പറയുന്ന രാഷ്ട്രം അമേരിക്കയിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ നേടുന്ന അല്ലെങ്കിൽ അമേരിക്ക ഒരുപാട് സഹായിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം അമേരിക്കക്കെതിരെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് വലിയ തെറ്റാണ് എന്നുള്ള നിലയ്ക്ക് എന്ന ധ്വനി പരത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഡാവോസിലെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള തരത്തിലുള്ള പ്രസംഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ നാറ്റോവിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് വിധേയനാവുകയും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന 8 യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ വർധനവ് താൽക്കാലികമായി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക കടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറയുന്ന 19-ാം നൂറ്റാണ്ട് മുതൽ അമേരിക്ക ലക്ഷ്യം വെച്ചിട്ടുള്ള അമേരിക്കയുടെ ഈ പറയുന്ന സ്വേച്ഛാധിപത്യ റഡാറിനകത്തുള്ള ഒരു പ്രദേശം തന്നെയാണ് ഗ്രീൻലാൻഡിൻ്റെ ധാതു കലവറ തന്നെയാണ് നമുക്കറിയാം അമേരിക്കയുടെ ലക്ഷ്യം. നമ്മൾ ഇറാഖിലും പനാമയിലും ഏറ്റവും ഒടുവിൽ വെനസ്വേലയിലും കണ്ടിട്ടുള്ള അമേരിക്കയുടെ ഈ പറയുന്ന സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന കടന്നുകയറ്റങ്ങളുടെ തുടർച്ച യൂറോപ്പിലേക്ക് സ്വന്തം മുറ്റത്തേക്ക് വരുമ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിന്റെ അപകടം തിരിച്ചറിയുന്നത്. ഒരു കാര്യം ഓർത്തു നോക്കൂ, എക്കാലത്തും അമേരിക്കയുടെ കൂടെ നിന്ന് ലോകമെമ്പാടും അവർ നടത്തുന്ന തെമ്മാടിത്തരങ്ങൾക്കും കൊള്ളയ്ക്കും കൂട്ടുനിന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം മുറ്റത്തേക്ക് അമേരിക്ക അവകാശവാദവുമായി എത്തുമ്പോഴാണ് അപകടം മനസ്സിലാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നത്. ഏതായാലും സ്വന്തം മുറ്റത്തെത്തിയപ്പോഴെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നത് സന്തോഷം നൽകുന്നത് തന്നെയാണ്. ഏതായാലും കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അധിക തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പിന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് അതിൽ നമുക്ക് നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്